എല്ലാവർക്കും നല്ല നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നന്നായിട്ട് സ്മാർട്ട് ഫോണിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി സാംസങ്ങോ ആപ്പിളോ ഒന്നുമല്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് ഗൂഗിളാണ്. ഏറ്റവും നല്ല രീതിയിലാണ് അവർ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവർ പുറത്തു കൊണ്ടുവന്ന പിക്സൽ 9 സീരീസിലോട്ട് ഫീച്ചേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഏറ്റവും നന്നായിട്ട് ഫീച്ചേഴ്സ് സ്മാർട്ട് ഫോൺസിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ സീരീസാണ് പിക്സൽ 9 സീരീസ്. അതിലുള്ള എല്ലാ സ്മാർട്ട് ഫോൺസിലും ഗൂഗിൾ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ആ കഷ്ടപ്പാടിന് വേണ്ടത്ര റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ടോയെന്നറിയില്ല. കുറച്ച് നാളത്തേക്ക് ഗൂഗിളിൻ്റെ ഈ ഒരു പുതിയ ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ആളുകൾ സംസാരിച്ചു. പക്ഷേ അതിനെക്കുറിച്ച് പയ്യെ ആൾക്കാർ മറന്നു തുടങ്ങുകയാണ്. എനിക്കിഷ്ടപ്പെട്ട ടോപ്പ് 8 ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഇതിൽ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കമൻസിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നേരെ കാര്യത്തിലോട്ട് വരാം. പിക്സൽ 9 സീരീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടോപ്പ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആഡ് മീ ക്യാമറ ഫീച്ചറാണ്. ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് ചില ആളുകൾ പറഞ്ഞത് സെൽഫിയോട് ഗുഡ് ബൈ പറയാമെന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേര് ഫോട്ടോ എടുക്കുന്നു. ആരെങ്കിലും ഒരാൾ ക്യാമറ ദൂരത്തോട്ട് പിടിച്ച് ഒരു സെൽഫി എടുക്കുക അല്ലാണ്ട് വേറെ വകുപ്പില്ല. ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, ഫോട്ടോ വെട്ടി ഒട്ടിക്കുന്ന പോലെ എന്തെങ്കിലും പരിപാടി ചെയ്യേണ്ടി വരും. ലിറ്ററലി ഫോട്ടോ വെട്ടി ഒട്ടിക്കുന്ന പോലെ ഒരു പരിപാടി വെച്ച് ചെയ്താലോ? അതാണ് ഗൂഗിൾ ആഡ് മീ എന്ന് പറയുന്ന ക്യാമറ ഫീച്ചറുമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടുപേര് ഫോട്ടോ എടുക്കുന്നു. ഒരാൾ മറ്റേ ആളുടെ ഫോട്ടോ എടുത്തിട്ട് ആ ഫ്രെയിമിൽ തന്നെ വേറൊരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് സിംഗിൾ ഫോട്ടോ ആയിട്ട് ലഭിക്കും. അതിനകത്ത് വേറെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും തോന്നാതെ തന്നെ. അതിന് ഗൂഗിൾ നല്ല എഫിഷ്യൻ്റായിട്ട് എഐയും അതുപോലെ തന്നെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റീനെയും മെർജ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ കുറച്ച് നാളായിട്ട് ഈ ഏരിയാസിലൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് സൂപ്പറായിട്ട് ഇവിടെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. മാജിക് എഡിറ്റർ എന്ന് പറയുന്ന ഫീച്ചർ അത് ഗൂഗിൾ 1 യൂസേഴ്സിനും അതുപോലെ തന്നെ പിക്സൽ യൂസേഴ്സിനൊക്കെ പരിചയമുള്ളതാണ്. പക്ഷേ വെച്ചിട്ട് അത് ഗൂഗിൾ വളരെയധികം അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. മാജിക് എഡിറ്ററിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ശരിക്കൊരു മാജിക് എഡിറ്ററായി. ഏത് രീതിയിൽ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ മാജിക് എഡിറ്ററിനെ ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ കാണിച്ചു തന്നിരിക്കുന്ന എക്സാമ്പിൾസിൽ നമുക്കത് വളരെ വ്യക്തമാണ്. ഇനി പിക്സൽ സ്ക്രീൻഷോട്ട്സ് എന്ന് പറയുന്ന ഫീച്ചർ, ഇത് ടോപ്പ് 3ൽ ഏറ്റവും യൂസ്ഫുൾ എന്നെനിക്ക് തോന്നുന്ന ഒരു ഫീച്ചറാണ്. അതായത് നമ്മൾ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുന്നു, ഏതെങ്കിലും കാലത്തായിരിക്കും പിന്നെ ഇതിൻ്റെ ആവശ്യം വരുന്നത്. എവിടെയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തപ്പിയെടുക്കുമ്പോഴേക്കും ഒരു സമയമാവും. ചിലരൊക്കെ ഡേറ്റ് വെച്ചൊക്കെ സ്ക്രീൻഷോട്ട് സോർട്ട് ചെയ്ത് വെക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടല്ല ഇനി ഗുഡ് ബൈ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു, അതിനെക്കുറിച്ച് പിന്നീട് കോൺവെർസേഷൻ സ്റ്റൈലിൽ അന്ന് ആ എടുത്ത ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ സ്മാർട്ട് ഫോൺ അത് ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പുൾ ചെയ്യും. ഇനി ഈ സ്ക്രീൻഷോട്ട്സ് എല്ലാം കൂടെ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ സാംസങ്ങിലൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫീച്ചറാണ്. എന്താണ് ഡിസ്പ്ലേയിലുള്ളത് എന്ന് ഗൂഗിൾ ജെമിനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ചിട്ടുള്ള കോണ്ടക്ച്വൽ റെസ്പോൺസുകൾ, അതായത് എന്താണോ സ്ക്രീനിലുള്ളത് അതിനെക്കുറിച്ചുള്ള മറുപടികൾ, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒക്കെ തരാനായിട്ട് ഇനി ഗൂഗിൾ ജെമിനിക്ക് പറ്റും. ഇനി ജെമിനി ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഗൂഗിൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞൊരു കുട്ടി ജാർവിസ് ആണ്. ചാറ്റ് GPT ഒക്കെ വോയിസ് ബേസ്ഡ് മോഡലുകളെ പോലെ തന്നെ ഗൂഗിളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും വളരെ നല്ലൊരു ആഡ് ഓൺ ഫീച്ചറാണ്. ഇനി പിക്സൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന പുതിയ മൊഡ്യൂളും കൂടെ ഗൂഗിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഓൺ ഡിവൈസ് ഫ്യൂഷൻ മോഡലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് മറ്റൊരു സെർവറിലോട്ട് കണക്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഇമേജൊക്കെ പ്രോംപ്റ്റ് ബേസ് ജനറേറ്റ് ചെയ്യാൻ കഴിയും, സ്റ്റിക്കേഴ്സ് കൊണ്ടുവരാൻ കഴിയും, ഗ്രാഫിക്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മീമോജിയൊക്കെ പോലെ ആപ്പിൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് ആപ്പിൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ ഇച്ചിരൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെയും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഒരു സ്റ്റിക്കറൊക്കെ ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഉദ്ദേശമൊക്കെ കാര്യമായിട്ട് നടക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി കോൾ നോട്ട്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. ഇത് ലോകത്ത് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു ഫോൺ കോളിൽ നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ സമ്മറി നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു ടൂളാണ് കോൾ നോട്ട്സ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉപയോഗം വരുമെന്ന് അറിഞ്ഞുകൂടാ. കസ്റ്റം വെതർ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷനും കൂടെ ഗൂഗിൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ചില ആളുകൾക്ക് ഒത്തിരി ഉപകാരമായിരിക്കും. പ്രത്യേകിച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്ക് അവർക്ക് എന്തൊക്കെയാണോ ഇൻഫർമേഷൻ അറിയേണ്ടത് അത് വെച്ചിട്ട് ഓരോ വ്യക്തികൾക്കും അവരുടെ ഇഷ്ടാനുസരണമുള്ളൊരു കസ്റ്റം വെതർ റിപ്പോർട്ട് അവരുടെ ഫോണിൽ ലഭിക്കും. അതെന്ന് പറയുമ്പോൾ നമ്മൾ യൂസേജ് അനുസരിച്ച് എഐക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷനാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കുമ്പോഴേക്കും ഇത്ര നന്നായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഒരു സ്മാർട്ട് ഫോൺ സീരീസ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്നിട്ടില്ലെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും.
നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഗൂഗിളിൻ്റെ ഈ ഡെവലപ്മെൻറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളിലോട്ട് എത്തുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.